സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള റഷ്യയും ചൈനയും അതുപോലെ തന്നെ യൂറോപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളായ UK-യും ഫ്രാൻസും ഇപ്പോൾ ഫലസ്തീനോട് കാണിക്കുന്ന ക്രൂര സമീപനത്തെ, അവിടുത്തെ അധിനിവേശത്തിനെതിരെ, പ്രത്യേകിച്ചും ഗാസയോട് കാണിക്കുന്ന പൈശാചിക നടപടിക്കെതിരെ, വംശഹത്യക്കെതിരെ ശക്തമായി നീങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിലവിൽ അമേരിക്കയല്ലാതെ പ്രത്യക്ഷത്തിൽ ഒരു രാജ്യവും അവരെ പിന്തുണയ്ക്കുന്നില്ല. അവരുടെ ചെയ്തികളെ ശക്തമായി നഖശികാന്തം ഫ്രാൻസും UK-യും എതിർക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, കെയർ സ്റ്റാമർ നിലവിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ അധിപനായി ഇരിക്കുമ്പോഴും കെയർ സ്റ്റാമറിൻ്റെ രാഷ്ട്രീയം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി പരിപൂർണമായി തന്നെ ഇസ്രായേലിലെ സൈനിസ്റ്റ് ഭരണകൂടത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ചിരുന്ന സമയമായിരുന്നു. ഗാസയിലെ പോരാട്ടം തുടങ്ങിയ സമയം, ഗാസയ്ക്കെതിരെയുള്ള ഇസ്രായേലിൻ്റെ വലിയ തോതിലുള്ള ഈ ആക്രമണ സമയത്തും. പക്ഷേ ഇപ്പോൾ UK ഉൾപ്പെടെ പിൻവാങ്ങുകയാണ്. ഫലസ്തീന് പ്രത്യേകമായ സ്വതന്ത്ര രാഷ്ട്ര പദവി തന്നെ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസ് എടുത്ത തീരുമാനത്തെ പരിപൂർണമായി അംഗീകരിക്കുന്നു. ഒന്ന് ആലോചിക്കണം, ഇറാൻ്റെ പ്രോക്സി ഫോഴ്സുകൾക്കെതിരെയാണ് ഇസ്രായേൽ നിരന്തരം ആക്രമിക്കാനും അവരെ തളർത്താനും ശ്രമിക്കുന്നു. ഇറാൻ്റെ പ്രോക്സി ഫോഴ്സുകൾ എല്ലാ തരത്തിലും ഫലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്നവരാണ്. അവർക്ക് വേണ്ടി രാപ്പകലോളം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. അത് ലെബനിലെ ഹൂതികളായിരുന്നാലും ഹൂതി വിമതരായിരുന്നാലും ശരി, അതുപോലെ തന്നെ ഹമാസും ഹിസ്ബുള്ളയുമായിരുന്നാലും ശരി, അവരുടെ പോരാട്ടം, അവരുടെ മനോവീര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൻ്റെ തന്നെ ഏടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു വീരഗാഥ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇസ്രായേലിന് ഒരു കണക്കൂട്ടൽ തെറ്റിയിരിക്കുന്നത്, എക്കാലവും അമേരിക്കയുടെ ആധിപത്യത്തിൽ ഇസ്രായേലിൻ്റെ നെറുകേടുകൾ കാട്ടിക്കൂട്ടാമെന്നുള്ള തീരുമാനം അത് സുരക്ഷാ സമിതിയിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തെറ്റായ നടപടി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അമേരിക്കയുടെ പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഇറാന് നേരെ ഇത്തരത്തിൽ ഒരു കടന്നാക്രമണം നടത്തിയതെങ്കിൽ പോലും ഇറാൻ്റെ ചെറുത്തുനിൽപ്പ്, ഇറാൻ്റെ ആണവ നിലയങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, അമേരിക്കയുടെ വലിയ തോതിലുള്ള പോരാട്ടം, അവരുടെ പ്രത്യേകിച്ചും അവർക്ക് ആധിപത്യമുള്ള ബേസ് ക്യാമ്പുകൾ ഇറാൻ ഏകപക്ഷീയമായി തകർക്കുന്ന രീതിയിലേക്ക് ഖത്തറിൽ ഉൾപ്പെടെ നടത്തിയത് നമുക്കറിയാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കീഴടങ്ങുക എന്നുള്ളത് അവരുടെ നിഘണ്ടുവിലില്ല. പക്ഷേ ഏകദേശം കീഴടങ്ങിയ പോലെയാണ്. ഇറാൻ്റെ മുമ്പിൽ ഇസ്രായേൽ പത്തിമടക്കിയിരിക്കുന്നു. അതും സുരക്ഷാ സമിതിയിലെ രാജ്യങ്ങൾ ഇറാനെയും അതുപോലെ തന്നെ നിലവിൽ ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടിയും ശബ്ദമുയർത്തുമെന്ന് ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. റഷ്യയും ചൈനയും ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു നീക്കം ഒരിക്കലും ഫ്രാൻസിൻ്റെയും UK-യുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഒരു കാലത്തും ബെഞ്ചമിൻ നെതന്യാഹു വിചാരിച്ചില്ല. ബെഞ്ചമിൻ നെതന്യാഹു ഒരു തിരിച്ചടികളുടെ കാലമാണ്.